പുറമെ നല്ല പട്ട് പോലെ ഒരു മൃദുലമാണ്. ഏകദേശം ഒരു മേമി സപ്പോട്ട എങ്ങനെ നമ്മൾ പൊളിച്ചെടുക്കുന്നു അതുപോലെ തന്നെയാണ് ഉൾഭാഗം കാണുന്നത്. അടിപൊളി. നമസ്കാരം. അപ്പോൾ നമ്മൾ ഉദാര ഫ്രൂട്ടിനെ പറ്റി 7 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 7 മാസം മുമ്പ് ഇത് ഫ്ലവർ ചെയ്ത് കാ പിടിച്ച് തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ അന്ന് നമ്മളിത് വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വീഡിയോയിൽ കേരളത്തിൽ ആദ്യം കാച്ച ഉദാര എന്ന് പറഞ്ഞാണ് നമ്മളത് പറഞ്ഞത്. പല ആൾക്കാരോടും നമ്മൾ സംസാരിച്ചിരുന്നു. 10ഓ 12ഓ ഉദാരയുടെ പ്ലാന്റുകൾ പലയിടത്തായിട്ടുണ്ട്. അവർക്ക് ആർക്കും തന്നെ കാ പിടിച്ചിട്ടില്ല. 1-2 സ്ഥലങ്ങളിൽ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. പാലായിലും കോഴിക്കോടും ഫ്ലവർ ചെയ്തിരുന്നു. അവരെയും വിളിച്ച് ഞാൻ ചോദിച്ചിരുന്നു. അവിടെയും പിടിച്ചിട്ടില്ല. ഇപ്പം നമുക്ക് ഈ മരത്തിൽ 6 വർഷമായ മരമാണ്. 6ാം വർഷമാണ് ഇതിൽ ഫ്ലവർ ചെയ്യുന്നത്. ഫ്ലവർ ചെയ്ത് ഏകദേശം ഒരു 12ഓളം കാ പിടിച്ച് കിട്ടി. മിൽക്ക് ഫ്രൂട്ടിൻ്റെ പോലെ തന്നെ ലക്ഷക്കണക്കിന് പൂവ് ഉണ്ടായിരുന്നു. അതിൽ 10 കായാണ് പിടിച്ചത്. ആ 10 കായ്ക്കകത്ത് ഒരു 5 കാ അമിതമായ ചൂടിൻ്റെ സമയത്ത് പൊഴിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും പൊഴിച്ചിട്ട് തുടങ്ങി. ലാസ്റ്റ് ഒരു ഉദാര മാത്രമാണ് എനിക്കിതിൽ പിടിച്ചു കിട്ടിയത്. അതിനുശേഷം ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 10ഓളം കാ വീണ്ടും പിടിച്ചു കിട്ടിയായിരുന്നു. ആ 10ഓളം കായും പൊഴിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് ഏറ്റവും ആദ്യം പിടിച്ചു കിട്ടിയ കാ ഏറെക്കുറെ പഴുത്ത് പാകമായി. അപ്പോൾ പലരും എന്നെ പല സമയത്തായിട്ട് 4 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു, ഉദാരയുടെ ഫ്രൂട്ട് എങ്ങനെയുണ്ട്. അപ്പോൾ ആയിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതിൽ പൊതുവെ പലരും മനോരമയുടെ ഒരു പത്രത്തിൽ ഇതിൻ്റെ വാർത്ത കൊടുക്കാനായിട്ട് അവർ വന്നായിരുന്നു. അപ്പോൾ അവർ ഇതിനെപ്പറ്റി ഗൗരവകരമായിട്ട്, ഞാനപ്പോൾ ഈ കേരളത്തിൽ ആദ്യം കാച്ച, ഇന്ത്യയിൽ തന്നെ എൻ്റെ ഒരു അറിവിൽ ആദ്യമായിട്ട് കാച്ച മരം തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ പലരോടും അവർ പത്ര ഓഫീസിൽ നിന്ന് വിളിച്ചു ചോദിച്ചു വേറെ എവിടെയെങ്കിലും കാച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ പലരും ഉണ്ടോ എന്ന് പറയുന്നുണ്ടെങ്കിലും ആർക്കും അതിനെപ്പറ്റി ഒരു വ്യക്തമായ മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വേറെ ഒരു സുഹൃത്തിനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു 3 മാസം കൊണ്ട് കാർ റെഡിയാവുന്നു. ഒരു കാരണവശാലും ഇത് 3 മാസം കൊണ്ട് പഴം റെഡിയായിട്ട് നമുക്ക് കിട്ടിയില്ല. മിൽക്ക് ഫ്രൂട്ടിൻ്റെ പോലെ തന്നെ മിൽക്ക് ഫ്രൂട്ട് ഏകദേശം ഒരു ഏറെക്കുറെ ജൂലൈയിൽ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസംബർ ജാനുവരി അതിന് തന്നെ 6-7 മാസം എടുക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇത് 7ാം മാസമാണ് നമുക്ക് ഫ്രൂട്ട് പറിക്കാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, എനിക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റിയില്ല. താഴെ വീണ് കിടക്കുന്നതാണ് കണ്ടത്. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നു, ഉദാര എവിടെ ഡൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിനെ കാണിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ മരത്തിൽ കായില്ല. അപ്പോൾ ഞാൻ വാടി ചാടിയതാണെന്നാണ് ഓർത്തത്. പക്ഷേ കറക്റ്റ് അതിൻ്റെ ഓറഞ്ച് കളറോട് കൂടി തന്നെ ചോട്ടിൽ ചാടി കിടക്കുകയായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് ഫ്രൂട്ട് കേരളത്തിൽ ആദ്യമായിട്ടുണ്ടായ ഉദാര ഫ്രൂട്ടിൻ്റെ രുചി നമുക്ക് നോക്കാം. പിന്നെ എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പല സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് പലരും കാച്ചിട്ടുണ്ടെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വേറെ ഒന്നുമായിട്ടല്ല, കൃഷി ചെയ്ത് ആർക്ക് വേണമെങ്കിലും ഇത് നമുക്ക് വിളവെടുക്കാൻ പറ്റും. പക്ഷേ നമുക്കിതൊന്നും അറിയാൻ വേണ്ടിയാണ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പക്ഷേ എങ്കിൽ ഇതിപ്പോൾ ഒരു കാര്യം എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഉദാര ഇന്ത്യയിൽ ആദ്യമായിട്ട് പഴം പറിച്ച് അതിൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മളാണെന്നുള്ളത്. അപ്പോൾ ഏതായാലും അതൊക്കെ എവിടെ നിൽക്കട്ടെ, നമുക്ക് പഴത്തിൻ്റെ ആ ഒരു വിശേഷത്തിലേക്ക് പോകാം. ഇതാണ് ഉദാര ആദ്യത്തെ പഴം. അപ്പോൾ ഏകദേശം ഒരു മിൽക്ക് ഫ്രൂട്ടിൻ്റെ തൊട്ട് താഴെ വലുപ്പമാണ് വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ പുറമെ നല്ല പട്ട് പോലെ ഒരു മൃദുലമാണ്. അപ്പോൾ അതിൽ ഞാൻ കണ്ട വേറൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ രോമം പോലെയുള്ള സാധനം ഇതുപോലെ തൂത്ത് കളയാം. തുടച്ചു മാറ്റി കളയുമ്പോഴാണ് ശരിക്കുമുള്ള ആ ഒരു ഓറഞ്ച് കളറിലേക്ക് നമുക്ക് വരുന്നത്.
അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാനിത് നിലത്തുനിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിന് കളർ കണ്ടില്ല. അപ്പോൾ അതിൻ്റെ ആ പുറം ഭാഗം നല്ല പട്ട് പോലെ മൃദുലമാണ്. അപ്പോൾ അതിൽ ഞാൻ കണ്ട വേറൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ രോമം പോലെയുള്ള സാധനം ഇതുപോലെ തൂത്ത് കളയാം. ഏകദേശം ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നു. യാതൊരു അറിവുമില്ല എങ്ങനെ കട്ട് ചെയ്യും. ആദ്യമായിട്ടുണ്ടായതാണ്. ഇപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്രിക്കക്കാർ കഴിക്കുന്ന ഒരു രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളിത് കത്തി കൊണ്ട് മുറിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഏതായാലും ആദ്യത്തെ ഉദാര കൈ കൊണ്ട് തന്നെ നമ്മൾ പൊളിച്ചെടുക്കുകയാണ്. ഒരു സപ്പോട്ട എങ്ങനെ പൊളിച്ചാൽ കാണുന്നു അതേ ഒരു ഇതാണ് നമ്മളിതിൽ കണ്ട ഒരു ഇത്. ഏതായാലും സ്മെല്ലൊന്ന് നോക്കാം. എന്താ നമുക്ക് പറയാൻ പറ്റാത്തൊരു സ്മെല്ലാണ്. ഏതായാലും നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഉദാര കഴിക്കുകയാണ്. അതായത് ഏകദേശം ഒരു മേമി സപ്പോട്ട എങ്ങനെ നമ്മൾ പൊളിച്ചെടുക്കുന്നു അതുപോലെ തന്നെയാണ് ഉൾഭാഗം കാണുന്നത്. അസൽ സപ്പോട്ടയുടെ പോലെ തന്നെ കേട്ടോ അത്. ഏതായാലും കേരളത്തിലെ പഴപ്രേമികൾ മുഴുവൻ കാത്തിരുന്ന ഒരു ഉദാര നമുക്ക് ആദ്യമായിട്ട് ടേസ്റ്റ് നോക്കാൻ പോവുകയാണ്. ചെറിയൊരു പുളിയും ഒരു ചെറിയ മധുരമാണ്. അത് അകത്തെ പൾപ്പാണ്. ഇനി സീഡോട് കൂടിയ പൾപ്പും കൂടി ഒന്ന് നോക്കാം. അടിപൊളി. ഇതിനാണ് മധുരം. പൾപ്പിന് ലേശം പുറം തോടിന് ലേശം പുളിയുണ്ട്. അത് അടുക്കും തോറും പുളി ഇത്തിരി കൂടി വരുന്നുണ്ട്. പക്ഷെ സീഡിന്റെ ഭാഗത്ത് ആ അകത്തെ പൾപ്പിനാണ് ഇതിന്റെ മധുരം. ഇത് സപ്പോട്ട പോലെ തന്നെ കേട്ടോ. പക്ഷെ സപ്പോട്ടയുടെ ഒരു ടേസ്റ്റ് അല്ല, അതിനേക്കഞ്ഞും അടിപൊളി. കൊള്ളാം. ഒരു പഴത്തിന്റെ രുചിയും കൂടെ കയറി വരുന്നുണ്ട്. ഏതായാലും സീഡ് എന്ന് പറയുന്നത് നമുക്ക് തീരെ ചെറിയ സീഡ്. കൊള്ളാം. പ്രത്യേക ഒരു ശരിയാ. ഇപ്പോൾ എനിക്ക് വേറൊരു ഫ്ലേവറോടെ ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു മാമ്പഴത്തിന്റെ ഒരു എന്താ പറയണേ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവാണ്ടൻ മാമ്പഴത്തിന്റെ ഒരു രുചിയും കൂടെ വരുന്നുണ്ട്. അത് എനിക്ക് തോന്നിയതാണ്, പലർക്കും പലത്. ഏതായാലും പ്രിൻസ് ഏട്ടൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രിൻസ് ഏട്ടന്റെ അഭിപ്രായം കൂടെ കേൾക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ പുറത്ത് വരുന്ന ഈ പൾപ്പ്, ഇതിന് ഒരു ചെറിയ മിൽക്ക് ഫ്രൂട്ടിന്റെ പോലെ തന്നെ പുറമെ ലേശം പശ കാണിക്കുന്നുണ്ട്. ഇത് ഒരു മേമി സപ്പോട്ടയുടെ ഒരു പുറം ഭാഗം പോലെ തന്നെ. അകം നമ്മൾ കഴിക്കുന്ന ആ ഒരു ഈ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പൾപ്പിന് സപ്പോട്ടയുടെ പോലെ തന്നെ കളറാണ്. ഇതൊന്നുകൂടെ ഒന്ന് കഴിച്ചു നോക്കാം, അതിനും പുളിയാണോ എന്നുള്ളത്. അതിന് പുളിയാട്ടോ. ഈ ഭാഗത്തിന് പുളിയാണ്, അകത്തെ പൾപ്പാണ്. രണ്ട് വ്യത്യാസമാട്ടോ. അത് ശരിക്കും ചേട്ടൻ കഴിക്കുമ്പോൾ അനുഭവപ്പെടും. ഏതായാലും ചേട്ടൻ കൂടെ നോക്കാം. ചേട്ടൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ഉദാര പ്ലാന്റിൻ്റെ ഫ്രൂട്ട് കിട്ടിയതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ വളരെ കാത്തിരുന്ന ഒരു ഫ്രൂട്ടാണ് ഉദാര. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ആദ്യം ഇതിൻ്റെ ബേസ് പറഞ്ഞ പോലെ പുറം തൊലി ഒന്ന് ഞാൻ കഴിച്ചു നോക്കുകയാണ്. പുറം ഭാഗം ഏകദേശം ഒരു സപ്പോട്ടയുടെയൊക്കെ ഒരു ഫീലിംഗ് ആണ് എനിക്കും തോന്നുന്നത്. പുറം തൊലി ഒരു പുളിയും മധുരമായിട്ടുള്ളൊരു ഫ്ലേവറാണ് പുറം തൊലിക്ക്. പിന്നെ ഇതിൻ്റെ പൾപ്പ്, യഥാർത്ഥമായിട്ടുള്ള ആ ഒരു പൾപ്പ് ഞാനൊന്ന് കഴിച്ചു നോക്കുകയാണ്. സൈഡ് ഇതാണ്. പൾപ്പിനൊരു മധുരവും ഒരു പ്രത്യേക ഫ്ലേവറുമാണ്. ഉദാര കഴിക്കാൻ പറ്റിയ സന്തോഷം. നല്ല ഫ്രൂട്ടാണ്. ഇപ്പം നമ്മൾ അതിൻ്റെ സീഡ് എടുത്തു, നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ശരിക്കും സപ്പോട്ടയുടെ സീഡ് ഇരിക്കുന്ന പോലെയാണ്. മിൽക്ക് ഫ്രൂട്ടിൻ്റെ ആയിട്ട് നമുക്ക് മിൽക്ക് ഫ്രൂട്ടിൻ്റെ ഇത്തിരി കൂടി വ്യത്യസ്തമായിട്ടാണ്. പക്ഷേ ഇത് രണ്ടും വെച്ച് കഴിഞ്ഞാൽ ഇത് സപ്പോട്ടയുടെ മിൽക്ക് ഫ്രൂട്ടിൻ്റെ സീഡും ഉദാരയുടെ സീഡും വെച്ച് കഴിഞ്ഞാൽ ഇത് സപ്പോട്ടയുടെ സീഡാന്ന് നമുക്ക് പറയും. തിരിച്ചറിയാന്നല്ല, ഉദാരയല്ല സപ്പോട്ടയാന്ന് പറയും. അത്രയും വലിപ്പമുള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ വേറൊരു കാര്യത്തോടെ പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്നോട് വേറെ 2-3 പേരും വിദേശത്തുള്ളവരാണെങ്കിൽ ആഫ്രിക്കയിലുള്ളവരുമായിട്ട് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചായിരുന്നു. ഇപ്പം ഇതിൻ്റെ വലിപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം അയച്ചു കൊടുത്തു. ഇപ്പം നമുക്ക് ആദ്യമായിട്ടുണ്ടായത് കൊണ്ടാണ് ഇത് അടുത്ത വർഷത്തേക്ക് ഇതിൻ്റെ കായ്ക്ക് വീണ്ടും വലിപ്പവും വരും, നന്നായിട്ട് കാപിടുത്തവും ഇനി ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്തായാലും അവർ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്കൊരു 100% നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും 90% നല്ലൊരു ഫ്രൂട്ടാണ്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് മിൽക്ക് ഫ്രൂട്ടിനെ കഴിഞ്ഞും ഇഷ്ടമാണിത്. പിന്നെ മറ്റുള്ള നമ്മുടെ ഒരു അഭിപ്രായമാണ് ഞാനിപ്പോൾ പങ്കുവെച്ചത്. പിന്നെ വേറൊരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം മിൽക്ക് ഫ്രൂട്ട് വർഷത്തിൽ 1 തവണയാണ് ഫ്ലവർ ചെയ്തത്. ഇത് 3ാമത്തെ തവണയാണ് ഇപ്പം
അപ്പോൾ വീണ്ടും ഫ്ലവർ ചെയ്തേക്കുക. നമ്മൾ ഫ്രൂട്ട് പറിച്ചു കഴിഞ്ഞു. ആ ഫ്രൂട്ട് സെറ്റായ സമയത്ത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഫ്ലവർ ചെയ്യുകയാണ്. അതിൻ്റെ ഒറ്റ കാ പോലും നമുക്ക് പിടിച്ചു കിട്ടിയില്ല. ഇതിപ്പം 3ാമത്, അതായത് ഇപ്പം ഈ ഏപ്രിൽ മാസത്തിലും. പിന്നെ വേറൊരു പ്രത്യേകത വീണ്ടും ഇത് കണ്ടേക്കണം എന്നാന്ന് വെച്ചാൽ ഇപ്പം മെയ് മാസത്തിൽ 3ാമത്തെ തവണ വീണ്ടും ഫ്ലവർ ചെയ്തേക്കോ. നിറച്ച് ഫ്ലവറാണ് ഇത്, ഇതിലൊക്കെ ഫ്ലവറാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ വിരിയാറായി. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത കൂടെ കാണുന്നുണ്ട്. ഇതിപ്പം ജൂലൈയോട് കൂടിയൊക്കെയാണ് മിൽക്ക് ഫ്രൂട്ട് സാധാരണ ഫ്ലവർ ചെയ്യുന്നത്. അതൊറ്റ പ്രാവശ്യം കൊണ്ട് ഫ്രൂട്ട് റെഡി ആയിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഗ്രാഫ്റ്റ് ബഡ്ഡിങ്ങിനെ പറ്റിയൊക്കെ ഒന്ന് അന്വേഷിച്ചു. നമുക്കിപ്പോൾ ഇതാദ്യമായിട്ട് ഫ്ലവർ ചെയ്ത് കാ പിടിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും പലരും ഇത് ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിച്ചു. പക്ഷെ ഗ്രാഫ്റ്റ് ഇത് ലെയർ ഒരു കാരണവശാലും കിട്ടുന്നില്ല. ഏകദേശം ഞാനൊരു ആദ്യം ഒരു 25 ചെയ്തു നോക്കാൻ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാനൊരു 50 അടുത്ത് ലെയർ ചെയ്തു. ഒറ്റ എണ്ണം വേര് പിടിച്ച് കിട്ടിയില്ല. അപ്പോൾ അത് ചിലത് ഉണങ്ങിപ്പോകുന്നു, ചിലത് വേര് വരാതെ അതുപോലെ നിൽക്കുകയായിരുന്നു അതേപടി. പിന്നെ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഒന്നിലേക്കും ഇത് സപ്പോർട്ട് ആവുന്നില്ല. മിൽക്ക് ഫ്രൂട്ടേൽ നോക്കി, പലതിലും ശ്രമിച്ചു നോക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പലരുമായിട്ട് വേറെ 2-3 വിദഗ്ധരുമായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു അഭിപ്രായത്തിൽ ഇനി മിൽക്ക് ഫ്രൂട്ടിൻ്റെ ഉദാരയുടെ സീഡ് പ്ലാന്റിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്താൽ ചിലപ്പോൾ പിടിച്ചു കിട്ടുമെന്നുള്ളൊരു അഭിപ്രായത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സീഡിട്ട് നമുക്കിപ്പോൾ ഏതായാലും നമുക്ക് കേരളത്തിൽ കാച്ചൊരു ചെടിയാണ്. അപ്പോൾ അതിൻ്റെ സീഡിട്ട് കിളിപ്പിച്ച് നമുക്ക് ഇവിടെ വെച്ചാൽ കായ്ക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം.